എന്താണ് നമ്മളെ സാരഥപ്പയ? അതിന്റെ ഒരു ഐശ്വര്യം വേറെയാ. കേട്ടോ മന്മത ചാരിയെ, ഈ സാരഥപ്പയ ഉണ്ടല്ലോ, ഈ സാരഥപ്പയ നമുക്ക് നമ്മളെ ഉമ്മാനെ പോലെ. അതെന്താ സാറേ, സാറി പോയല്ലോ ഒഴുകി വന്ന? ഒഴുകി വന്നല്ല, നമ്മളെ കുട്ടിക്കാലത്ത് ഈ പുഴയിൽ നമ്മൾ ഒരുപാട് നീന്തി തുടിച്ചിട്ടുണ്ട്. അന്ന് ഉപ്പാന്റെ തോള് കയറിയിട്ടാണ് നമ്മൾ പുഴക്കരയിൽ വരിക. ഉപ്പ നമ്മളെ തോൾമേൽ വെച്ചിട്ടാ നീന്തല്. പിന്നെ പിന്നെ നമ്മൾ നീന്തല് പഠിച്ച് അക്കരെ പോവും. അവർ പോവും. ഒരു മുങ്ങാങ്കോയി കിട്ടാ 10 മിനിറ്റ് വരും വെള്ളത്തിനടിയിലാണ് ഞാൻ. എത്ര സമയം? ഒരു 1.5 മിനിറ്റ് ഒക്കെ കണക്കെടുക്കും. പക്ഷെ അന്ന് പോയി ഇങ്ങനെയൊന്നല്ല കേട്ടോ, അന്ന് പോയിക്ക് നല്ല വീതിയാണ്. ഇപ്പൊ പുഴക്ക് ഇത്രയും പ്രായമായില്ലേ, ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. അല്ല, പോയിന്റെ സീണ അതുകൊണ്ടല്ല. ഈ പൊയൊക്കെ കുറെ മണ്ണിട്ട് നികത്തിയിട്ട് പലരും റിസോർട്ടും വീടൊക്കെ വെച്ച് അവർക്കൊക്കെ പണി നമ്മൾ കണ്ടിക്കണം. ഈ പൊയനെ പഴയ പൊയാക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫറും മേടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ആ തീരുമാനം ഭയങ്കര മണ്ടത്തരമായി പോയെന്നാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. അതിന്റെ കാരണം ഈ പുഴ ഇപ്പൊ കൈയേറിയിരിക്കുന്നത് മുഴുവനും നല്ല പിടിപാടുള്ള വലിയ വലിയ ആൾക്കാരാ. അതിന്റെ ഓര് നമ്മളെ മൂക്കിൽ വലിക്കും. മൂക്കിൽ വലിക്കൂല സാറേ, ചിലപ്പോൾ നമ്മൾ ഈ പുഴയിൽ മുക്കും. വെറുതെയാണ്. ഈ വില്ലേജ് ഓഫീസർ മൊയ്തു ഇവിടെ എന്തൊക്കെയാ ചെയ്യാൻ പോണെന്ന് നിങ്ങളത് കണ്ടോളി. അതാണ് സാറേ. ഓ, ഈ മെനക്കെടുത്ത വന്നിട്ടുണ്ട്. എല്ലാവരും പേപ്പറൊക്കെ ആയിട്ടാണല്ലോ. നിങ്ങളാരാണ്? സാറാരാ? നമ്മളിവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസറാ, പേര് മൊയ്തു. എന്നാ ഞാൻ ശീതളൻ, ശാരദപ്പുഴ സംരക്ഷണ സമിതിയുടെ ചെയർമാനാ. അത് നിങ്ങളാണ്? അതെ. നിങ്ങളെ കാണാൻ വേണ്ടി നിൽക്കാനും ഞമ്മടെ. നിങ്ങളെ പോലത്തെ 1000 ആൾക്കാരെ കിട്ടണം. ശീതള, നമുക്ക് ഈ പൊയനെ പൊയാക്കി മാറ്റിയെടുക്കണ്ടേ? വേണം സാറേ, വേണം. ശീതളം നല്ല സാമൂഹ്യ പ്രവർത്തനാണ്, നമുക്ക് ഹെൽപ്ഫുൾ ആണ് ആള്. സാറേ വല്ലാതെ അങ്ങോട്ട് ഇല്ല, പറഞ്ഞു പരിചയം. ശീതളും കൂട്ടരും നമ്മള് കൂടെ നിന്നാല് ഈ പൊയനെ നമുക്ക് പൊയാക്കി മാറ്റിയെടുക്കാം. സാറ് സത്യസന്ധമായിട്ട് പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ സാറിന്റെ കൂടെ ഉണ്ടാവും. കയ്യേറ്റ ഭൂമി അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നത്. ഈ പൊയ നികത്തിയിട്ട് വീടും റിസോർട്ടും വെച്ചവരൊക്കെ ശീതളിനറിയില്ലേ? സാറ് ഇതിന് തയ്യാറാണെങ്കിൽ ഈ പുഴയെ ഏറ്റവും വലിയ കയ്യേറ്റം നടത്തിയിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. എവിടെയാണ്? അത് ഞാൻ സാറിന് കാണിച്ചു കൊടുത്തോളാം. സാറേ, ഇതാണ് ജ്വല്ലറി ഉടമ സത്യശീലൻ സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലം. ഈ പ്രദേശത്ത് ഈ പുഴയുടെ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നിട്ടുള്ള സ്ഥലമാണിത്. ഇത് അദ്ദേഹത്തിന്റെ റിസോർട്ടാ. എന്താ പ്രശ്നം? അതെ, ഇത് പുഴ കയ്യേറ്റ ഭൂമിയാണ്. ഇതൊന്ന് അളക്കാൻ വേണ്ടി വന്നതാ. പുറത്തൊക്കെ ബോർഡ് കണ്ടിരാ? എന്ത് ബോർഡ്? ട്രെസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അറിയില്ല, മനസ്സിലായിട്ടേ? അനുവാദം കൂടാതെ ആരും ഇങ്ങോട്ട് കയറി വരാൻ പാടില്ലാന്ന്. ഇതൊരു കയ്യേറ്റ ഭൂമിയാണ്, ഇതൊന്ന് അളക്കാൻ വേണ്ടി. കയ്യേറ്റ ഭൂമി എങ്ങനെ പോയാ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. ഇയാളല്ലേ മരുമ സാറേ, രാജ സാറേ, ഒന്ന് കൂട്ടിക്കൊണ്ടേ. പിന്നെ ഇത് തന്റെ മുതലാളി സത്യശീലൻ സാറ് പുഴ അനധികൃതമായിട്ട് കയ്യേറിയിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട്. അത് അളക്കാൻ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവര്. നിങ്ങൾക്ക് ഇതേ പറയാനല്ലോ, എല്ലാ കൊല്ലവും വന്നിട്ട് മണ്ണിട്ട് കത്തിയെന്ന്. എന്റെ മുതലാളി ചെയ്ത നന്മയാണത്, അറിയോ എനിക്ക്? ഒരു ഭൂമിയിലെ ഒരു മൂലക്കുണ്ടായ പുഴ, അതിന് മുതലാളി നിന്ന് കുറെ മണ്ണ് കൊണ്ടിട്ട് നിർത്തി. അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ വർത്താനം പറഞ്ഞ് നിക്കുവാ വെള്ളത്തിൽ മുങ്ങി ചത്തേനെ. അവനെന്ത് പ്രാന്തായി പറഞ്ഞേ? വീട് ഒരു അട്ടിയാക്കോട്ട് കിടക്കും നിങ്ങള്. കളി വേറെ. പിന്നെ ഒറ്റ അടി അടിച്ച നിന്റെ ആണപ്പെല്ലാം അങ്ങോട്ട് തെറിയും. മുതലാളി വിളിച്ചിട്ടോ? വിളിച്ചിട്ട് വരാം. സാറേ, ഈ കാണുന്ന സ്ഥലം മൊത്തം ഇതിൽ പെട്ട തന്നെ ഉണ്ടോ? പുഴയിൽ പെട്ട സ്ഥലമാണ് ഇതൊക്കെ. ഈ സ്ഥലങ്ങളൊക്കെ സ്കെച്ചിങ് എടുക്ക്. മാപ്പ് കൊടുക്ക് സാറിന്. സാറ് സ്കെച്ചാണ് ചോദിച്ചത്, സ്കെച്ച് കൊടുക്കും. പറയുന്നത് കേക്ക്. വില്ലേജ് അസിസ്റ്റന്റ് പറയുന്നത് മനസ്സിലാക്കുക. മാപ്പിലാകുമ്പോ വിശദമായിട്ട് കാര്യങ്ങളുണ്ട്, അത് സാറിന് മനസ്സിലാക്കാൻ. ചോദിച്ചത് സ്കെച്ചല്ലേ, സാറ് സ്കെച്ച് കൊടുക്കും. നിനക്ക് ഞാൻ മാപ്പ് കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്താൽ സാറിന് വിവരങ്ങൾ മനസ്സിലാക്കി. എന്റെ കയ്യിലാ. അപ്പൊ ചോദിച്ച സാധനം കൂടെ തന്നൂടെ? ഇങ്ങോട്ടും കീരിയും പാമ്പും പോലെ കളിക്കുകയാണ്. അറിയില്ല എവിടെ കയ്യേറ്റം. സാറ് അതൊന്നും നോക്കട്ടെ സാറ്. നിങ്ങൾ എല്ലാത്തിലും ഇട കയറി പറയണെന്താ? ഞാനതൊന്ന് നോക്കട്ടെ. സാറ് നോക്കിക്കോ. നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലത്. സാർ അതെ, ബ്ലോക്ക് 2 ഇത് റിവർ കണ്ട. ബ്ലോക്ക് 3 കരഭൂമി. അപ്പൊ എങ്ങനെയാണ് കയ്യേറ്റമാണ്?
60 BTR എടുത്തിട്ട് സാറ് ചെക്ക് ചെയ്ത കറക്റ്റ് സ്കെച്ച് കിട്ടും. ഇവര് ഈ സ്ഥലത്തിന് കര അടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്ര സെന്റിന് കര അടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി സാർ എന്തായാലും നമുക്ക് നടന്നു നമുക്കത് മതി. ഇപ്പൊ ഈ സർവേ വെച്ച് അളക്കണോ സാറേ? ഈ സർവേ വെച്ച് അളക്കണോ? ഏത് അളക്കണം? ഇത് വെച്ചളക്ക്, ഇത് വെച്ചളക്ക്. അത് വെച്ച് അളക്കണം. സാർ അളക്കണം. ഞാൻ വില്ലേജ് ഇത് അതിന്റെ ഒരു മൂല പിടിച്ചെടുക്കണം. അളക്കത് സാർ കയ്യിൽ ഇതിരിക്കുന്നു. അത് ഞാൻ പിടിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സാറേ? സാറേ അതെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കാൻ കയ്യില് തിരിക്കുന്നു സാറേ. തമാശ കളിക്കുന്നത് ഇങ്ങട് വാ. ഇങ്ങട് വാ. പോകാൻ പറഞ്ഞത് ഇങ്ങാട് വാ. അവിടെ പോയതിന്റെ മൂലക്കല്ലേ പോകാൻ പറഞ്ഞത്. ഭാഗതിരിവില്ലാത്ത പരിപാടികളാണല്ലോ ചെയ്യണത്. അങ്ങോട്ട് ചെല്ലേ പോയതിന്റെ മൂല. അല്ല പിന്നെ സാറേ അതെ ഞാൻ ഇത് എന്താ അറിയാമോ, എനിക്കിത് പിടിച്ചാൽ എനിക്ക് ഇതൊരു ഇതം കിട്ടുന്നു. സാറേ അതിന്റെ ഇടയിൽ മാറി. ഇടയിൽ മാറി അങ്ങോട്ട് കൊടുക്കും. അല്ലല്ല പിടിച്ചോളൂ. സാറിന് ഒരു ഒറ്റ സൈഡിലേക്ക് കാണുള്ളൂ, പണിയെടുക്കുക. പോക്കറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഹലോ ഹലോ അതെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ എന്നെ ഭരിക്കാൻ വരരുത് കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥൻ എടുക്കുന്ന പണിക്ക് എടുക്കുന്നുണ്ടോ? ഞാൻ കൊണ്ടോ പിടിപ്പിക്കല്. സാറേ എങ്ങനെ പണിയെടുക്കും? ഇയാളെ പോലുള്ളവരൊക്കെ നമ്മളെ പണി ഞാൻ സമ്മതിക്കില്ല. സാറേ പിടിക്ക്, ഫയല് പിടിക്ക്. എന്തെങ്കിലും ഒരു പണി നടക്കട്ടെ. എവിടെ പിടിക്കുന്നത്? അവിടെ പിടിക്ക്. ആ മൂലക്ക് മേനക്കെടുത്ത് കേസാണ് അവിടെ പിടിക്ക്. അവിടെ സർവേ കല്ലി പിടി. കല്ലി പിടി അവിടെ. ഇവിടെ സർവേ കല്ല്. അവിടെ കല്ലണ്ടോ? കണ്ണു തുറന്ന് നോക്ക്. അതെ സാറേ, ഇവിടെ ഒരു സർവേ കല്ല് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതുകൊണ്ടല്ലേ ആ കല്ല് ഏതാന്ന് അറിയാണ്ടിരിക്കാൻ മൊത്തം സർവേ കല്ല് കുഴിച്ചിട്ടിരിക്കുക അവിടെ. അതാ ഇയാള് പറയണോടത്താണ് പിടിക്കണം സാറേ, പേപ്പറിലുള്ളടത്തല്ലേ പിടിക്കേണ്ടത്. കുറച്ചുകൂടി പുറകോട്ട് പോ. അവിടെ വെയിലാണെന്ന്. ആ പിന്നെ അവിടെ പിടിക്കാൻ നമുക്ക് അളവറിയാലോ ഒരു ഉദ്ദേശം. ഉദ്ദേശം എന്തിനാ സാറേ? സർവേ കല്ലില് ഈ ബ്ലോക്ക് 3 എഴുതിയേക്കണ ഏതാണ് സർവേ കല്ല്? ആ കല്ലല്ലേ ഞാൻ പിടിച്ചത്. പിന്നെ പുറകോട്ട് സ്ഥലം എന്താ അങ്ങനെ കിടക്കണേ? അത് പുഴയല്ലേ, അതെങ്ങനെ കിടക്കണേന്ന് കൊച്ചിൻ പോർട്ടിനോട് ചോദിക്കണം. എനിക്ക് ആ മൂല വരെ പോയിക്കൂടെ? അങ്ങോട്ടുള്ള അളവാണ് നമുക്ക് കിട്ടണ്ടേ? അവിടെ വഞ്ചിയുണ്ട് നമുക്ക് പോകാൻ. അതെ സാറേ സാറേ ഒരു കാര്യം പറയാം. ഇത് നമ്മൾ 3-4 പ്രാവശ്യം വന്ന് അളന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് സമാധാനമായിട്ട് അളക്കാൻ പറ്റൂല. സാറേ മുമ്പ് നമ്മൾ അളക്കാൻ വന്നപ്പോഴും ഇയാൾ തടസ്സമായിരുന്നു. പിന്നെ ഇയാൾ ഇല്ലാത്ത ഒരു ദിവസം നോക്കിയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് അളന്ന് എല്ലാം കൃത്യമായിട്ട്. അതുകൊണ്ടാണ് അളവൊക്കെ ഈ കോളത്തിലായത്. സത്യസന്ധതയുള്ള ആളുകളെ കൂടെ ഉണ്ടായില്ല. സത്യസന്ധതയുടെ കാര്യത്തിൽ സത്യേട്ടനെ വെല്ലം വേറെ ആരുമില്ല. സത്യം. നമസ്കാരം. എന്താണ്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. അതെ ഞാൻ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസറാ, പേര് മൊയ്തു. നിങ്ങൾ കയ്യേറ്റം ചെയ്ത ഭൂമി ഒന്ന് അളക്കാൻ വേണ്ടി വന്നതാ. എടോ താനൊരു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ താൻ ആദ്യം എന്നെ വിളിച്ച് പറയണം നിങ്ങളുടെ ഭൂമി അളക്കാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം. അത് താൻ പറഞ്ഞോ? എടോ തന്റെ ഭൂമി അളക്കാനല്ല ഞാൻ വന്നത്. പിന്നെ താൻ എന്താണോ അനധികൃതമായിട്ട് പിടിച്ചു വെച്ച ഭൂമി അളക്കാനാ വന്നത്. ആരാ ഇത് അനധികൃതമാണെന്ന് പറഞ്ഞത്? അതൊക്കെ പലരും പറയുന്നു. ഇത് അനധികൃതമാണ്. അങ്ങനെ തന്നെ വെക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ എന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വില്ലേജ് ഓഫീസർമാർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇവർക്കൊക്കെ വാരി കോരി കൊടുത്തിട്ടുണ്ട്. നിനക്ക് വേണോ? ആ കൊടുത്ത വില്ലേജ് ഓഫീസർമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ പെടുത്തണ്ട. എന്റെ പണിയെടുക്കാൻ എനിക്കറിയാം. ഈടോ മന്മത് എന്തെന്നാണോ നിങ്ങളോടൊക്കെ? അതെ പൈസ ഒരുപാടുണ്ടെങ്കിലും 10 പൈസയുടെ വിവരമില്ല താളം. പൈസന്റെ ഊക്ക് മൂപ്പരെ കാണിച്ചോട്ടോ. എനിക്ക് വില്ലേജ് ഓഫീസറെ പണിയെടുക്കണം. സാറേ അളക്കണെങ്കിൽ അളക്ക് സാറേ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്റെ ആ പടി ഇങ്ങോട്ട് കയറരുതെന്ന്? ഈ മാറി വരുന്ന വില്ലേജ് ഓഫീസർമാരെ കെട്ടെഴുന്നള്ളിച്ചോണ്ട് വരാൻ നിന്നെ തറവണ്ട് സ്വത്താണുള്ളത്. നാണല്ലാത്തവനെ തനിക്കാണോ അനധികൃതമായിട്ട് സ്ഥലം പിടിച്ചു വെക്കാനായിട്ട് സാറേ പട്ടി അയച്ചോടാ. പട്ടിക്കെന്ത് വില്ലേജ് ഓഫീസർ അത് കടിച്ചു പറിച്ച് തുപ്പിക്കളയും. ആകെ അറിയുന്ന എന്നെ സത്യമായിട്ട് മാത്രം അങ്ങോട്ട് കഴിച്ചു വിടറോ പട്ടീനെ. പിന്നെ ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്റെ വളപ്പന ഇറങ്ങി പോടോ. വല്ലാണ്ട് മസിൽ പിടിക്കണ്ട. ഇറങ്ങി പോകല്ലോ. വില്ലേജ് ഓഫീസറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 10 പൈസയുടെ വിവരമില്ല. എന്നാ ശരിയെന്നാ ഞങ്ങൾ നിങ്ങൾ വൈകിട്ട് വരാം. സാറേ അല്ല ഒരു ജ്യൂസ് കുടിച്ചിട്ട് വേണ്ട എന്നാ കുപ്പിയിലാക്കി താ. താമസിക്കും, ഞങ്ങൾ വൈകിട്ട് ഇറങ്ങാം. ശരി സാറേ അവര് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായി കൊടുക്കട്ടാ. സാറങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അയാൾ അങ്ങനെ ചാടി കിളിച്ചു വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് എല്ലാ കാര്യമുണ്ടോ? അതെ മൊയ്തു സാറേ, ഞാൻ സാറിനോട് വരും കാര്യം പറഞ്ഞാണ്. വെറുതെ ആ സത്യശീലന്റെ പറമ്പ് അളക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ചുമ്മാ ഇരുന്നൊരു നല്ല മനുഷ്യനെ പിണക്കിയില്ലേ ഞങ്ങളെ? അയാളെ പണിക്കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലടോ. ഞാൻ എന്റെ പണിയാണ് എടുക്കുന്നത്. സാറ് ഇവർക്ക് രണ്ടാൾക്കും നഷ്ടപ്പെടാണ്ട്. ഹലോ ഹലോ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടാ. സംസാരം ക്ലിയർ അല്ല കേട്ടോ. ടേപ്പെടുത്ത് അളക്കാൻ നോക്ക്. എന്തിനാണ് ഈ പറമ്പ് അളക്കണ്ടേ? എന്റെ മൊയ്ത് സാറ് നാട്ടുകാരുടെ കൈവശത്തിലിരിക്കുന്ന സ്ഥലമാണ്. നമ്മളിവിടെ അളന്ന് അവര് കൂടിയിട്ട് നമ്മുടെ മെക്കിട്ട് കയറും. ഞാൻ ഒരു കാര്യം പറയാം. സത്യശീലിനെക്കാളും വെറും കച്ചടകളാണ് ഇവിടെ ഉള്ള നാട്ടുകാർ. ഞങ്ങൾ മുൻപ് പ്രാവശ്യം അളക്കാൻ വന്നപ്പോ
പിടിച്ചിട്ട് തല്ലിയില്ലാന്നുള്ളതേ ഉള്ളൂ. ആ വണ്ടി അവിടെ നിൽക്കണ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ടാ ഇറങ്ങിയത്. എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ ഈ പുഴ കയ്യേറിയ സ്ഥലം ഒന്ന് അളക്കാൻ വേണ്ടി വന്നതാ. എന്റെ സാറന്മാരിത് ഞങ്ങളാരും പുഴ കയ്യേറിയതൊന്നല്ല. ഞങ്ങളുടെ അച്ഛന്റെ ഒക്കെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടിയതാ. 5 സെന്റ് 10 സെന്റ് സ്ഥലമുള്ള ഓരോരുത്തർക്ക് അതിന് വീട് വെക്കാൻ വേണ്ടി നടക്കുക. അതെ, ഇവിടുത്തെ ഈ പശ്ചാത്തലം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാ. എനിക്കറിയാം ഇവിടെ പുഴ എവിടെയായിരുന്നു, പറമ്പ് എവിടെയായിരുന്നൊക്കെ. സുധേട്ടാ, പ്രശ്നം ഉണ്ടാക്കണ്ട. അളന്നിട്ട് നിങ്ങളുടെ ഓഹരി നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് വേണ്ടേ, ഞങ്ങൾക്ക് അറിയാലോ, പിന്നെ അളക്കേണ്ട കാര്യമില്ല ഇവിടെ. സുധേട്ടന് ഇവിടെ എത്ര സ്ഥലമുണ്ട്? എനിക്കിതാ മൂലയ്ക്ക് അവിടെ 5 സെന്റ് സ്ഥലം. അതാര് തന്നാ? അത് എന്റെ അച്ഛൻ തന്ന്. ഓരൊക്കെ പോയാലേ താമസിന്. എന്ത് ഓരോന്നല്ല സാറേ, ഇത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ് ഇത് വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു. അതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുമ്പോ ഞമ്മക്കറിയാം. അളക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് അറിയാം, ഇവിടെ അളക്കാൻ പറ്റില്ല. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അങ്ങോട്ട് പറയണോ? ഞങ്ങള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാ. ഞങ്ങള് കൃത്യനിർവഹണത്തിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. ദേ സാറേ, മര്യാദയുടെ ഭാഷയില്ല ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആൾക്കാർ വരും. കാണാം. വിളിക്ക് സുധേട്ടാ അങ്ങോട്ട്. അല്ല പിന്നെ. നിങ്ങൾ ഇങ്ങനെ ചൂടാവണ കാര്യം എന്താ? പിന്നെ എന്താ ഞങ്ങളുടെ സ്ഥലം അളക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ സ്ഥലം നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾ തന്നെ തീരുമാനിക്കാം. സത്യശീലിന്റെ സത്യശീല സ്ഥലമൊക്കെ ഞങ്ങൾ അളക്കും. ഇവർ രണ്ടുപേരും എന്നും പോകണ്ടല്ലോ സത്യശീലിന്റെ അവിടെ അളക്കാൻ. ബഷീറേ, ആ ബാപ്പുട്ടീനും പിന്നെ ആ യൂണിയൻ ഷെഡിൽ നിന്ന് ഒരു 4 ആളെയും വിളിച്ചിട്ട് വാ. നമ്മുടെ പുഴയുടെ തീരത്തുള്ള സ്ഥലം ഇളക്കാൻ വന്നിരിക്കണോ പുതിയ വില്ലേജ് ഇതുണ്ടല്ല, ഇത് നിങ്ങൾക്ക് അളക്കണമെങ്കിൽ ഉണ്ടല്ലോ കൂട്ടിയിട്ട് വേണം നമ്മള്. എന്ത് നടക്കൂല എന്ന് പിടിച്ച ശീലട്ടാ. സാറേ, ഇവിടെ നടക്കില്ല. അതെ സാറേ, പ്രശ്നത്തിനെ കണ്ട സാറിന് ഇവിടുത്തെ അന്തരീക്ഷം മനസ്സിലായല്ലോ. സാർ ആർഡിഒക്ക് റിപ്പോർട്ടാക്കി. സാറിന്റെ കൂടെ എന്ത് ആവശ്യത്തിനും ഞങ്ങൾ പ്രകൃതി സംരക്ഷകരുണ്ട്. സാറിന് പേടി പഠിക്കണം. അതെല്ലാം കൂടെ കാണാതെ അറിഞ്ഞാണല്ലോ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം ഉള്ളത്. എന്തൊക്കെയായി കാര്യങ്ങൾ, ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായി? എല്ലാം ഓക്കെയാണ്. സാറ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സാറേ? ഇനി എന്താ ആലോചിക്കാൻ? ഇത് വീണ്ടും ആലോചിക്കാൻ എന്താ കല്യാണമാണ്? അല്ല, നമ്മള് ഇനി ഒന്നും ആലോചിക്കല്ല മന്മത. നമ്മൾ പറഞ്ഞ പ്രകാരം രാവിലെ ഇവിടെ ഫുൾ ഫോഴ്സ് പോലീസായിട്ട് നമ്മൾ സ്ഥലത്ത് എത്തണം. അതിർത്തി തിരിക്കണം, കല്ലെടുത്ത് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുക്കണം, പിന്നെ JCB ഇട്ടിട്ട് പൊളിക്കണം. ഇത്ര തന്നെ. മൊയ്സാറെ, അത് വലിയ പ്രശ്നമാവോട്ടാ. ഇന്നാള് ഇതിലും വലിയ ഓഫീസർമാര് JCB ആയിട്ട് പോയതിന്റെ അനുഭവം സാറിന് അറിയാലോ. ഇനി ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നെഗറ്റീവ് എനർജി തരലേ. സാറേ, പ്യാരി പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? അന്നത്തെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. സാറിന് അറിയാമോ? അതേട്ടാ, ഇത് നമ്മുടെ വില്ലേജ് ഓഫീസർ എന്ന് വെച്ചോണം. ഇത് JCB. ഇങ്ങനെ വന്നിട്ട് വില്ലേജ് ഓഫീസർ ഇതിലോട്ട് കയറ്റിട്ട് ഇങ്ങനെ ഒരൊറ്റ ഉയർത്തിയിട്ട് ഇങ്ങനെ 2 ആട്ട പുഴയുടെ മേളിലൂടെ എന്നിട്ട് ഇപ്പം ഇടും എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരിടക്കാം. വില്ലേജ് ഓഫീസർ വെള്ളം കുടിച്ചു. എടോ, അന്ന് ഈ വില്ലേജ് ഓഫീസറും നിങ്ങൾ കുറച്ച് ആൾക്കാരും അല്ലേ അങ്ങോട്ട് പോയത്? ഇത് അതുപോലെയാണോ? നമ്മുടെ കൂടെ 10-40 പോലീസുകാരുണ്ട്. അല്ല സാറേ, നമുക്ക് ഒന്നുകൂടെയൊക്കെ ആലോചിച്ചിട്ട് ഒന്ന്. മന്മത, ഇനി ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കൂടെ നിന്നാ മതി. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അത് പോയി ചെയ്യും. വേഗം ചെല്ലു രണ്ടാളും. ഹലോ, അതെ, വില്ലേജ് ഓഫീസർ മൊയ്തു സാറാണ്. എന്താ സാറേ? ട്രാൻസ്ഫർ ആർക്ക്? എനിക്ക് കർണാടക കേരള അതിർത്തിയിലേക്ക്. ആ ഫോൺ ബെല്ല് അടിച്ചപ്പോ തന്നെ എനിക്ക് തോന്നി സത്യം ഒരു കാര്യമായി. സമാധാനമായല്ലോ അല്ലേ? അല്ല സാറേ, അപ്പൊ JCB എന്ത് ചെയ്യണം? ഏത് JCB? അല്ല, നമ്മളെ ഏൽപ്പിച്ച JCB. ആരേൽപ്പിച്ചു? JCB ഞാൻ ബുക്ക് ചെയ്തില്ല. ആണോ? ഈ ഫോൺ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയല്ല സാറേ. അപ്പം നമ്മൾ പിരിയല്ലേ, ഒരു ചായ കുടിച്ച് പിരിഞ്ഞാലോ? എൻ്റെ വകയാണ് ചായ, പഴംപൊരി ആവാം. തരിക. കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് കേരളത്തിലേക്ക് പെയ്തൊഴുകിയെത്തിയത്. എന്താ സാറേ? ഇന്നലെ നമ്മുടെ സതീശന്റെ റിസോർട്ടിൽ പോയിരുന്നോ നീ? നോണ പറയില്ല. അത് ഞാൻ ഇന്നലെ നീ അവിടെ ചെന്നിരുന്നിട്ട് എന്നെ പറ്റി വളരെ മോശമായിട്ട് ഞാനിവിടെ എന്തൊക്കെയോ സത്യേട്ടനെതിരെ തിരിമറികൾ നടത്തുന്നു, അളക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പേരിൽ വെളുക്കോളം ഇരുന്ന് കള്ളു പിടിച്ചു അല്ലേ? അല്ല, സാറിനെ കുറിച്ച് ഞാൻ എന്തിനാ കൊള്ളരായിക പറയണത്? അതെ, ഞാനിപ്പോൾ ആരാന്നറിയാമോ?
എൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ പദവി അറിയാലോ, വില്ലേജ് ഓഫീസറുടെ ചുമതല കൂടി ഞാനാണ് നോക്കുന്നത്. ആ അധികം വില്ലേജ് ഓഫീസർ കളിക്കണ്ട. മൊയ്തു സാർ ഇന്ന് ചാർജ് എടുക്കും. ഇന്നത്തെയും കൂടി ഉള്ളൂ ഈ ചുമതല. എന്നാലും സാറ് വരുന്ന ആ സമയം വരെയും എനിക്ക് തന്നെയാണ് ചുമതല. എന്നാലും സാറിന്റെ വലിയ പിടിപാടാണല്ലേ. ആ അല്ലെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി 3 മാസത്തിനുള്ളിൽ ഈ പോസ്റ്റിൽ തന്നെ വന്നെങ്കിൽ ചില്ലറ കളിയല്ല കളിച്ചേക്കണ. എന്തൊക്കെ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടാ വന്നത്. മന്മോഹൻ സാർ ഒന്ന് ശ്രദ്ധിക്കണതല്ലാണ്. നീ അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ മാത്രം എന്തിനു സൂക്ഷിക്കണത്? അങ്ങനെയാണെങ്കിൽ നീയും സൂക്ഷിക്കേണ്ടി വരും കേട്ടോ. ഞാൻ എന്തിനാ സൂക്ഷിക്കണ? ചുമതല സാറിനായിരുന്നില്ലേ. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത പറയിക്കരുത്. നീ അളക്കാൻ പോകുന്നില്ല ഇന്ന് അളക്കണ്ട, ടേപ്പ് കംപ്ലൈന്റ് ആണ്. ടേപ്പ് വരെ കംപ്ലൈന്റ് ആയില്ലേ അളക്കുന്നത്? എന്തെല്ലാം കാരണങ്ങളാണ് പ്യാരി നീ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അത് വരാൻ സമയമായില്ലേ? അത് വല്ലോ നോക്ക്. ഫയൽ നോക്കിയില്ലേലും സാരമില്ല. എപ്പോ വന്നു? എപ്പോഴേ വന്നു? എപ്പോ വന്നു? കുറെ നേരമല്ല സാർ കണ്ടില്ലേ? ഇല്ല, ഞാൻ ഇവിടെ ഫയലെടുത്ത് തിരിച്ചു. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞായിരുന്നു, സാറ് ശ്രദ്ധിച്ചില്ലായിരുന്നു. അതെയോ? അയ്യോ സോറി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാലേ ചുമതല കൂടുതലല്ലേ, അപ്പൊ തിരക്കിന്റെ ഇടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ. സാർ സംശയമുണ്ടോ? ഇല്ല, എനിക്കിന്ന് ലീവ് തരൂ. ഓഫീസ് അങ്ങോട്ട് തുറന്നിട്ട് 3/4 മണിക്കൂർ പോലും ആയില്ല, അതിനിടയ്ക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ. അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു ഞാൻ ഇറങ്ങിയ സമയത്ത്. അപ്പൊ താഴ്ന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ പഞ്ച് ചെയ്തായിരുന്നു? പഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ അച്ഛന്റെ കാര്യം ഓർമ്മിച്ചില്ലേ? അത് ഞാൻ എന്നും പഞ്ച് ചെയ്യുന്നതല്ലേ, അപ്പൊ ഇന്നും അതുപോലെ അറിയാതെ കൈ പഞ്ച്. അറിയാതെ പഞ്ച് ചെയ്തല്ലേ? അപ്പൊ അച്ഛന്റെ നെഞ്ചുവേദനയുടെ കാര്യം പറയുമ്പോഴാണ് പ്യാരി, പണ്ട് ഞാൻ ഈ കരിപ്പൂർ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്കൊരു ദിവസം അത്യാവശ്യം ലീവ് വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് ഒരു ബുദ്ധി പ്രയോഗിച്ച് അപ്പം മരിച്ചുപോയെന്നും പറഞ്ഞ് നമ്മുടെ വില്ലേജ് ഓഫീസറുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ എനിക്കൊരു ലീവ് തരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു കുഴപ്പമില്ല മന്മത പൊക്കോളൂ, ലീവ് സാങ്ഷൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് നേരെ വീട്ടിൽ ചെന്ന സംഭവം എന്ത്, അപ്പം മരിച്ചു കിടക്കണം. ഒരു ലീവ് വെറുതെ പോയി എന്നുള്ളതാണ് നുണ പറഞ്ഞിട്ടേ. ചില സമയത്ത് നമ്മളിങ്ങനെ നുണ പറയണതൊക്കെ അറം പറ്റിയ പോലെ സംഭവിക്കും. അല്ല സാറേ, അപ്പൊ ഇവിടെ വന്നേ പിന്നെ സാർ അപ്പൂപ്പ മരിച്ചു പോയെന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ടുണ്ടല്ലോ. അത് അമ്മൂമ്മ 3 കെട്ടിയിട്ടുണ്ട്. അത് ശരി, അപ്പൊ പറമ്പ് നിറച്ച അപ്പൂപ്പന്മാരാണ്. നമ്മുടെ അച്ഛന്റെ നെഞ്ചുവേദന അല്ലേ? നെഞ്ചുവേദനയല്ല, ചെറിയൊരു ഗ്യാസാ സാറേ. ഗ്യാസോ? അയ്യോ, ഗ്യാസിന്റെ കാര്യം ഓർത്തപ്പോ പ്യാരി, പണ്ട് ഞാൻ പാലോട് വില്ലേജിൽ ഇരുന്ന സമയത്ത് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഗ്യാസ് കയറി ആകെ ഇടങ്ങാറായി, അമ്മൂമ്മ മരിച്ചു പോയി എന്നും പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് ലീവ് എടുത്ത് നേരെ വീട്ടിൽ ചെന്ന സംഭവം എന്ത്? അമ്മ മരിച്ചു? ഇല്ല, അമ്മൂമ്മയ്ക്ക് ഒരു കുഴപ്പം സംഭവിച്ചില്ല. ഞാനും വെറുതെ വീട്ടിൽ അങ്ങനെ ഇരുന്ന സമയം വൈകുന്നേരം ആയപ്പോൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി റീത്തുമായിട്ട് വരുന്നു. എന്നിട്ടെന്താ ചീറ്റി പോയി എൻ്റെ കള്ളത്തരം. അപ്പൊ അച്ഛന് ഗ്യാസ് അല്ലേ? സത്യം പറഞ്ഞ ഗ്യാസ് അല്ല സാറേ. ഗ്യാസ് ഇല്ല? അപ്പൊ നെഞ്ചുവേദനയോ? ഇല്ല. അപ്പൊ അച്ഛന് ഗ്യാസും ഇല്ല, നെഞ്ചുവേദനയില്ല? ഇല്ല. സമാധാനമായി. പിന്നെന്താ പ്രശ്നം? അത് അതെ, എനിക്ക് ഒരുപാട് നാളായിട്ടേ സാറിൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ചിലപ്പോ ഞാൻ പറഞ്ഞ സാറിന് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പക്ഷെ അത് പറഞ്ഞോ? എന്താ വെച്ച് കഴിഞ്ഞാലേ എനിക്ക് ഇനി അത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ചിലപ്പോ പ്രഷർ കൂടും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്താ പറഞ്ഞു? സാറിന്റെ ചരിവുണ്ടല്ലോ, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ. അയ്യോ അല്ല, സാറിന്റെ ചരിവ് കാണുമ്പോ മോഹൻലാലിനെ പോലെ എനിക്ക് തോന്നുന്നേ. സത്യം. ഇത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം, ഞാൻ ഈ മോഹൻലാലിന്റെ ഫാനാ കുട്ടിനാള് മുതലേ. ഞാനും. ദമയന്തി വേറെന്തോ പറഞ്ഞു തന്നെ, ലീവിന്റെ കാര്യം. അതെ, എന്റെ കുഞ്ഞമ്മയുടെ മോള കല്യാണം അടുത്ത ആഴ്ചയാ. അപ്പൊ എല്ലാരും ഡ്രസ്സ് എടുത്തു.
സാരിയൊക്കെ മേടിച്ചു. അപ്പൊ എനിക്കും സാരിയൊക്കെ വാങ്ങണം സാർ. ഇനിയിപ്പം ഞാൻ സാരി എടുത്ത് തരണോ? ആ അതല്ല, എനിക്ക് സാരി എടുക്കണം. ഓ, സാരി എടുക്കാൻ പോകണം അല്ലേ? പോണം. ഇങ്ങനെയുള്ള അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ടങ്ങ് പറഞ്ഞ പോലെ, വെറുതെ എന്തിനാണ് അച്ഛനേക്ക് അതിന്റെ ഇടയ്ക്ക് വലിച്ചഴക്കണേ? ഒരു കാര്യം ചെയ്യും, ദമയന്തി പോയിട്ട് സാരിയോ ബ്ലൗസോ എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്തിട്ട് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഇവിടെ വന്ന് പഞ്ച് ചെയ്തിട്ടേ വീട്ടിൽ പോവാം. ശരി. എന്തിനു വെറുതെ ഒരു ലീവ് കളയുന്നത്? മന്മഥൻ സാറേ, ആ പഞ്ചിങ് മെഷീൻ എടുത്ത് ദമയന്തിക്ക് വീട്ടിൽ കൊടുത്തു വിട്ടേര്. അതാണ് ഇതിലും നല്ലത്. താങ്ക് യു സാർ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടോ. ആ, ഇതെന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇന്നും കൂടി ഉള്ളൂ അധികാരമൊക്കെ. ഞാനേ ഇങ്ങോട്ട് വന്നോണ്ടല്ലോ. ആകെ ഒരു വെട്ടവും വെളിച്ചം ഉണ്ടായാണ് ഇവിടെ. അതിനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഒന്നുമില്ല.